എങ്ങും എത്താതെ മന്ത്രി ചർച്ച നീളുന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് പിന്നാലെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായുള്ള ചർച്ചകൾ തീരുമാനമാകാതെ നീളുന്നു. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയും പൂർണ്ണ പരാജയമായിരുന്നു. പ്രധാനമായും 2 ആവശ്യങ്ങളിലാണ് ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്ത സാഹചര്യത്തിൽ നിർണായകമായ ആഭ്യന്തര വകുപ്പ് തനിക്ക് തന്നെ വേണമെന്ന നിലപാടിലാണ് ചെന്നിത്തല. വിശ്വസ്തരായ അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെട്ട് വേണുഗോപാൽ, സതീശൻ ഗ്രൂപ്പുകളും രംഗത്തെത്തിയതോടെ ചർച്ചകളിലെ തീരുമാനം നീളുകയാണ്. സംസ്ഥാനത്ത് റെക്കോർഡ് വേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം. ഇന്ന് 1 പവൻ സ്വർണത്തിന് 720 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 1,15,080 രൂപയായി താഴ്ന്നു. കഴിഞ്ഞ ദിവസം ഇത് 1,15,800 രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ ലഹരി ഉപയോഗവും വ്യാജമദ്യ വിൽപ്പനയും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ കർശന നടപടികളുമായി വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാന എക്സൈസ് കമ്മീഷണർ 14 ഇന കർമ്മ പദ്ധതികൾ അടങ്ങിയ അടിയന്തര ഉത്തരവ് പുറത്തിറക്കി. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യ സൂത്രധാരൻ CBIയുടെ പിടിയിലായി. മഹാരാഷ്ട്ര സ്വദേശിയും കെമിസ്ട്രി ലെക്ചററുമായ PV കുൽക്കർണിയെയാണ് പൂനെയിൽ നിന്ന് CBI സംഘം അറസ്റ്റ് ചെയ്തത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന കുൽക്കർണിക്ക് ഈ പദവി വഴിയാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ സാധിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിരുവനന്തപുരം MPയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ പങ്കെടുക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച ചില അന്താരാഷ്ട്ര പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാലാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് ഓഫീസ് നൽകുന്ന വിശദീകരണം. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ സ്വീകരിക്കുമെന്ന് ആഗ്രഹം വ്യക്തമാക്കി G. സുധാകരൻ MLA. തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് UDFൽ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് G. സുധാകരൻ പറഞ്ഞു. മുൻപ് മന്ത്രി ആയപ്പോഴൊന്നും താൻ പദവികൾ ചോദിച്ചു വാങ്ങിയിട്ടില്ല. മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് UDF നേതൃത്വത്തിൽ നിന്ന് ആരും ഇതുവരെ തന്നോട് സംസാരിച്ചിട്ടുമില്ല. എന്നാൽ പാർട്ടി തന്നെ ഈ പദവിയിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെ വിമർശനം ഉന്നയിച്ച ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യുവിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. സംഘടനാ നടപടി ആവശ്യപ്പെട്ട് AICCക്കും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനുമാണ് പരാതി നൽകിയത്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുനീറാണ് പരാതി നൽകിയത്. DCC പ്രസിഡന്റ് നിരന്തരം കോൺഗ്രസ് പ്രവർത്തകരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നുവെന്നാണ് പരാതി. റാപ്പർ വേടന്റെ പക്കൽ നിന്ന് വനം വകുപ്പ് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയെന്ന് പരിശോധനാ ഫലം. വേടൻ മാലയായി ധരിച്ചിരുന്നത് പുലിപ്പല്ല് തന്നെയെന്ന് വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും നിയമപരമായ സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ കൊൽക്കത്തയിലെ ലാബിലേക്ക് അയച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തൃപ്പൂണിത്തറയിലുള്ള വേടന്റെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ ലഹരി റെയ്ഡിനിടെയാണ് പുലിപ്പല്ല് കണ്ടെത്തിയിരുന്നത്. ഷിക്കാപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ വ്യവസായിയും കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വദ്രയ്ക്ക് മുൻകൂർ ജാമ്യം. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് വദ്രയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഭൂമി ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള കേസിലാണ് ജാമ്യം. കേസിൽ വദ്ര ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അബുദാബി സന്ദർശന വേളയിൽ ഇന്ത്യയും UAEയും തമ്മിൽ നിർണായകമായ പ്രതിരോധ ഊർജ്ജ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ $5 ബില്യൺ വൻ നിക്ഷേപം നടത്തുമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചു. പ്രതിരോധം, പെട്രോളിയം ശേഖരണം, LPG വിതരണം, ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലമാക്കുന്ന 6 പ്രധാന കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ വന്നത്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.